അതെ, നമസ്കാരം. ഷാജി പാപ്പൻസ് ടേസ്റ്റി ടൈലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിനി ചെയ്യാൻ പോകുന്നത് തൂണ എങ്ങനെ നമുക്ക് ഒരു കറിയായിട്ട് വെക്കാം, അല്ലെങ്കിൽ ഒന്ന് പുരട്ടിയെടുക്കാം എന്നുള്ള രീതിക്കാണ്. ആദ്യമേ തന്നെ നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ സവാള വളരെ ചെറുതായിട്ട് കനം കുറച്ചരിയുക. സവാള അരിഞ്ഞു കഴിഞ്ഞ് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ആവശ്യത്തിന് ചെറുതായിട്ട് തന്നെ അരിഞ്ഞ് സെറ്റ് ചെയ്യുക. അതിനുശേഷം തക്കാളിയും അതുപോലെ തന്നെ വളരെ ചെറിയ കഷ്ണങ്ങളാക്കി ചെറുതായിട്ട് അരിഞ്ഞ് റെഡിയാക്കുക. അടുത്തായി നമ്മൾ ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായ പാനിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കുകയാണ്. കടുക് പൊട്ടുന്ന ശബ്ദം കേട്ട ഉടനെ തന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒരുമിച്ച് എണ്ണയിലേക്ക് നമ്മൾ ഇടുന്നു. അത് കരിഞ്ഞു പോകാത്ത രീതിയിൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് മൂത്ത് വരുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിനകത്ത് ഇടുക. കരിഞ്ഞു പോകാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ആവശ്യത്തിന് ഉപ്പ് വിതറണം. ഉപ്പ് കൂടി പോകാൻ പാടുള്ളതല്ല. അതിനുശേഷം ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ മഞ്ഞൾപ്പൊടി ഇടണം. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം മുളക് പൊടി ആവശ്യത്തിന്, കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട്, നോർമൽ ചില്ലി ഇട്ടിട്ടുണ്ട്, ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം മല്ലിപ്പൊടി, അതും ആവശ്യത്തിന് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അതിനുശേഷം ഗരം മസാല കുറച്ച്, പിന്നെ നമ്മൾ ഇടുന്നതെന്ന് വെച്ചാൽ കുരുമുളകും കൂടെ സ്വല്പം നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ക്രഷ് ചെയ്ത പെപ്പർ അതുകൂടെ ഇടുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി എണ്ണ തെളിയുന്നിടം വരെ നമ്മളതിനെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അത് ഇട്ട് കഴിഞ്ഞാൽ അത് അടുക്കി പിടിച്ച് കരിഞ്ഞു പോകും. അതുകൊണ്ട് കൈ എടുക്കാതെ തന്നെ അത് ഇളക്കി എണ്ണ തെളിയുന്നിടം വരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഒന്ന് വാടി എണ്ണ തെളിയുമ്പോൾ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി അതിനകത്ത് ചേർത്ത് കൊടുത്ത് അത് നല്ലതായ രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് ഇളക്കിക്കൊണ്ടേയിരിക്കുക. അതൊന്ന് ഉടഞ്ഞ് ഒരു പരുവായി വരുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ടിൻ ഫിഷ് പ്രിപ്പയർ ചെയ്ത് ഇതിനകത്തോട്ട് ഇടാവുന്നതാണ്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് അമേരിക്കാനയുടെ ടിൻ ഫിഷാണ്. അത് ഓയിലിനകത്ത് മിക്സ് ചെയ്യുന്നതുകൊണ്ട്, വെള്ളത്തിനകത്ത് മിക്സ് ചെയ്ത് വരുന്നതുകൊണ്ട്, ഇത് ഓയിലിനകത്ത് സൂക്ഷിച്ചിരിക്കുന്ന ടിൻ ഫിഷാണ്. അപ്പം ആദ്യം തന്നെ നമ്മളതിൻ്റെ ക്യാൻ പൊട്ടിച്ച്
ആവശ്യമില്ലാത്ത എണ്ണ നമ്മൾക്കത് വേസ്റ്റ് കവറിനകത്തോട്ട് മാറ്റാം. ആവശ്യമുള്ളത് മാത്രം നമുക്ക് എടുക്കാം. അത് അധികമുള്ള ഓയിൽ നമുക്ക് മാറ്റാവുന്നതാണ് ഈ രീതിയിൽ. കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ ഒരു ടേസ്റ്റ് ഉണ്ടാവും. നമ്മുടെ മീൻകറിക്കൊക്കെ ചെറിയ കായം ചേർക്കുന്ന മാതിരി കുറച്ച് കായത്തിൻ്റെ പൗഡർ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമ്മൾക്ക് പൊട്ടിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന ടൂണ നമ്മൾക്ക് ഈ നമ്മുടെ ഉള്ളിയും സവാളയും തക്കാളിയും എല്ലാം കൂടെ വെന്ത് വന്ന ആ ഒരു മസാലക്കൂട്ടിനകത്തോട്ട് ഇട്ട് നമ്മൾക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്ത് കുറച്ച് നേരം നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അതിൻ്റെ വെള്ളമയമൊക്കെ ഒന്ന് പറ്റി ഒന്ന് വെന്ത് ആ പരുവം ആയി വരുന്ന രീതിയിൽ നമ്മൾക്ക് തീ ഓഫ് ചെയ്ത് ഭക്ഷണത്തിനായിട്ട് വിളമ്പാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് മൈ ചാനൽ ടു വാച്ചിങ് മോർ വീഡിയോസ്. താങ്ക് യു.